ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പഴയലപ്പിടി. ഈ ദിലീപിൻ്റെ കോടതി വിധിയിലെ എന്നെപ്പോലുള്ള മണ്ടന്മാർ വിചാരിച്ചത് ദിലീപിന് നല്ലതായി ശിക്ഷ കിട്ടുന്നതാണ്. നമ്മളൊക്കെ വിചാരിച്ചത് വലുതായിപ്പോയി. ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ ദിലീപിന് 8ാം പ്രതിയാണ്. ഞാൻ അന്നേ വിചാരിച്ചിരുന്നു ഇവൻ 8ാം പ്രതി ആക്കണക്കാരും 1ാം പ്രതി ആക്കേണ്ടത്. കാരണം ഇവൻ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഉണ്ടായെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ ചെയ്യുക, ദിലീപിൻ്റെ പടങ്ങൾ വല്ലതും ടി വിയിൽ കാണുമ്പോൾ അപ്പം തന്നെ ചാനൽ മാറ്റലാണ്. കാരണം അത്ര അവനോട് വെറുത്തുപോയി. അവൻ്റെ എല്ലാ പടങ്ങളും ജനങ്ങൾ ബഹിഷ്കരിച്ചു. കാരണം അവൻ്റെ പടങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. കോടതി വിധി ഇങ്ങനെ വന്നാലും ജനങ്ങളുടെ മനസ്സിൽ അവനെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ട്. അത് നിലനിൽക്കുക ചെയ്യും. കോടതി വിധി എന്തോ ആയിക്കോട്ടെ, അത് വിചാരിച്ച് കോടതി വിധി ഇത് വന്ന് വിചാരിച്ചിട്ട് ഇനി പടം എടുത്ത് വിജയിക്കുന്ന ആരും കരുതണ്ട. നമ്മളെ പോലുള്ള കുറേ ആൾക്കാർ ഈ ചിന്തയിൽ കോടതി വിധി ശരിയായില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. കോടതി വിധിനെ മാനിക്കുന്നത് വേറെ കാര്യം, എന്നാലും കോടതി വിധി ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ച ആൾക്കാരൊക്കെ റിപ്പോർട്ടർ ചാനൽ ലോക്ക് ചെയ്തിട്ടാണ് പ്രതിഷേധിച്ചത്. ഇതേപോലെ ജനങ്ങൾക്ക് ഓരോ പ്രതിഷേധങ്ങളുണ്ട്, അതൊക്കെ അവർ രേഖപ്പെടുത്തും. കോടതി വിധി എന്തായിക്കോട്ടെ, വരാനുള്ളത് നമുക്ക് കാണാമല്ലോ. ഓക്കെ, ഗുഡ് ബൈ.